2011 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവില് സ്വർണം. 2008 ഇടിവിനേക്കാൾ കൂടുതൽ. വൺ ഇന്ത്യ മലയാളം പ്രസിദ്ധീകരിച്ചത്. US ഇറാൻ യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിക്ഷേപകര് ആശങ്കാകുലരായതിനാല് സ്വർണ്ണവില കൂടുതൽ ഇടിഞ്ഞു. 15 വർഷത്തിനിടയിലെ ഏറ്റവും മോശം ആഴ്ചയിലൂടെയാണ് സ്വർണം കടന്നു പോകുന്നത്. മഞ്ഞ ലോഹവുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചറുകൾ 0.7% ഇടിഞ്ഞ് ഔൺസിന് $4574.90 രാവിലെ നേരത്തെയുള്ള നേട്ടങ്ങളിൽ നിന്ന് ഇത് പിന്നോട്ട് പോയി. ഈ ആഴ്ച സ്വർണം 9.6% ഇടിഞ്ഞു. 2011 സെപ്റ്റംബർ മുതലുള്ള ഏറ്റവും വലിയ പ്രതിവാര നഷ്ടമാണിത് എന്ന് CNBC റിപ്പോർട്ട് ചെയ്യുന്നു. 2008 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും മോശം മാസത്തിലൂടെയാണ് സ്വർണം കടന്നുപോകുന്നത്. എന്നാൽ 2026 ഇപ്പോഴും 5%-ലധികം ഉയർന്നിട്ടുണ്ട്. ഇത് പേർഷ്യന് ഗൾഫ് സംഘർഷത്തിന് മുമ്പുള്ള വലിയ കുതിപ്പിന് അടിവരയിടുന്നു. വെള്ളി ഫ്യൂച്ചറുകൾ 2%-ലധികം ഇടിഞ്ഞ് $61.66 ഡിസംബറിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ക്ലോസിംഗ് ലെവലാണ് ഇത്. 14%-ൽ കൂടുതൽ ഇടിവോടെ തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയിലെ ലോഹം നഷ്ടം രേഖപ്പെടുത്തി. ഇറാന് യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിൽ വെള്ളിയാഴ്ചത്തെ ഇടിവ് വിലയേറിയ ലോഹങ്ങൾക്ക് വ്യാഴാഴ്ചത്തെ കടുത്ത സെഷന് നീട്ടി. ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടം ആഗോള നിക്ഷേപകരെ സ്വാധീനിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ സെഷനിലെ എണ്ണവില $112-ലെത്തി. വെള്ളിയാഴ്ച US ഓഹരികൾ ഇടിഞ്ഞു. ഡൌ ജോണസ് ഇൻഡസ്ട്രിയൽ ആവറേജും നാസ്ഡാക്ക് കോമ്പോസിറ്റും സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിലകളിൽ നിന്ന് 10% ഇടിവിലേക്ക് തള്ളി. ഫെബ്രുവരി 28-ന് ഇറാനെതിരായി US-ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മുന്നോടിയായി സമീപ ആഴ്ചകളിലെ സ്വർണ്ണത്തിലുണ്ടായ ചില കടുത്ത ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷമാണ് അടുത്ത ആഴ്ചകളിലെ സ്വർണ്ണം ഇടിഞ്ഞു വീണത് എന്ന് SPA ഏഞ്ചലിലെ ലോഹ ഖനന ഇക്വിറ്റി അനലിസ്റ്റ് ആദിർ പാരിഷ് CNBCയോട് പറഞ്ഞു. 2025-ല് സ്വർണ്ണവും വെള്ളിയും റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. അവ യഥാക്രമം 66%-ഉം 135%-ഉം ഉയർന്നു. 2026-ലും അവ അസ്ഥിരമായി തുടർന്നു. ജനുവരി അവസാനം 1980-കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഏകദിന പരാജയം വെള്ളി ഫ്യൂച്ചറുകൾ നേരിട്ടു. ഉക്രൈന് റഷ്യ യുദ്ധത്തിനും റഷ്യന് ആസ്തികൾ മരവിപ്പിച്ചതിനും ശേഷം കേന്ദ്ര ബാങ്കുകൾ സ്വർണം ശേഖരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ഈ ബഹുവർഷ സ്വർണ്ണ ബുൾ റണ്ണില് ആദ്യ പാദം അവർ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ഞാൻ കരുതുന്നു. തുടർന്ന് വിനോദസഞ്ചാരികളും റീറ്റെയിൽ നിക്ഷേപകരും ആ ആക്കം മുതലെടുക്കാൻ എത്തി. അവര് ഇപ്പോൾ സ്ഥലം വിടുകയാണ്. സ്വർണ്ണത്തെ വീണ്ടും ഉത്തേജിപ്പിക്കാൻ ഇത് ഇന്ധനമായേക്കാം, അദ്ദേഹം ചൂണ്ടിക്കാട്ടി.